ഇവിടെ കാളാഞ്ചി, ഇവിടെ കാളാഞ്ചിയുടെ പൊളിയടാ ഉണ്ട്. അടിച്ചറ ഉണ്ട്. ചെമ്പല്ലി 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 ചെമ്പല്ലി. യെസ് യെസ് യെസ്. ഹലോ കാണാം. ഗൈസ് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. ചെറിയ വലിയ എടുക്കണം. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോക്ക് അതും കാളാഞ്ചി തന്നെയാണ്. ഇതാണ് ഞങ്ങൾക്ക് ആദ്യം അടിച്ചത് കേട്ടോ. പിട്ടേക്കണ വീഡിയോ രണ്ടാമത് അടിച്ചതാണ്. ഇത് അത്യാവശ്യം അത്രയും വലിയ കാളാഞ്ചി അല്ലെങ്കിലും ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ ആയിരുന്നു. ഫസ്റ്റ് കാളാഞ്ചി പിടിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഇതിനകത്ത് ഈ വീഡിയോക്കകത്താണ് ഉള്ളത്. പക്ഷേ ഇത് എപ്പം പിടിച്ചാലും നമുക്ക് ഫസ്റ്റ് പിടിക്കുന്ന സെയിം ഫീലാണ് കേട്ടോ ഈ മീനിന്. കാരണം കായലിലെ രാജാവ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഞാൻ കഴിഞ്ഞ സെംപോട്ടൊക്കെ വീഡിയോക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. അവർ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കാളാഞ്ചി. ആൻഡ് നമ്മൾ പിടിക്കുന്ന സെയിം സ്പോട്ടിൽ നിന്ന് തന്നെയാണ്. വെമ്പനാട്ട് കായലിലാണ് കായലൊക്കെ വെച്ചിട്ട് ചെയ്യും. നൈസായിട്ട് രാവിലെ ആയി വന്നതേ ഉള്ളൂ. നമ്മളിവിടെ നിന്ന് കുറച്ച് പോയിട്ട് കുറച്ച് ദൂരെയായിട്ട് നമ്മുടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിൻ്റെ താഴെ നിന്നാണ് നമുക്ക് എപ്പോഴും പിടിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. അതിൽ ഊറുകാരനെ കിടക്ക് വെറുതെ കയറി പറ്റാം. മതി എടുത്തു. കേസ് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. കുറച്ച് ലാഗായ റെക്കോർഡ് വയ്ക്കുക. ഞാൻ അടിക്കരുത് ഉദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെ പുത്തൻ ലൂറ അടിച്ച കേട്ടോ. ചെമ്പല്ലി അല്ലേ? പിന്നെ കണ്ണി വലിച്ച് കയറ്റില്ലേ? പൊക്കത്തേക്കിട്. എന്നാടാ? ആ പിന്നെന്താ? പതിയെ വല എടുക്കണോ? ചെറിയ വെക്കാം വല എടുക്കണോ? ഓക്കെ ഗൈസ്, ബാഗിലെടുത്ത് കയറ്റിട്ടുണ്ട്. ആ വലിയടാ. സെറ്റ്. അങ്ങനെ കുറച്ച് ദിവസം നമുക്ക് മീനൊന്നും അടിക്കാനുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഒരു ചെമ്പല്ലി അടിച്ച്. അത്യാവശ്യം വലിയ ചെമ്പല്ലി കേട്ടോ. നമുക്ക് ട്രമൽ കുടുക്ക ചെമ്പല്ലിയല്ല. നല്ല വെക്ക. നമ്മൾ കുറേ നേരം അടിക്കാറില്ല, അറിയാത്ത നല്ല രീതിയിൽ അവസാനം അടിക്കണം. ശ്രദ്ധിക്കാനായിട്ടാണ്. അടിച്ചോ ഇവിടെ കാളാഞ്ചി. റെക്കോർഡിങ്ങാണോ? ഇവിടെ ദൈവത്തിൽ വിടല്ലേ? പൊളി. അപ്പൊ വലെടുത്തു. നീ പിടിച്ചു നിർത്തിക്കോ. മീൻ മിതിക്കുമ്പോൾ വലിച്ചോ. ഓർമ്മ ഇട്ട് കൊടുത്തേ കേട്ടോ. ഡ്രാഗ കെട്ടിയത് ഒരെണ്ണം ടൈറ്റ് ചെയ്ത്. ഇവിടെ കോളാഞ്ചിയുടെ പൊളിയടാ. ടൈറ്റ് ചെയ്ത് അങ്ങനെ ഇറക്കി കിട്ടില്ല. ചെറുതടക്കി എന്താ സെറ്റ് സാധനം. പൊളി ഒരേ പൊളി. ഗൈസ്, കാളാഞ്ചി ഞങ്ങൾക്ക് ഫസ്റ്റാണ് കാളാഞ്ചി അടിക്കുന്നത്. അല്ല, ആദ്യം അടിച്ചാൽ അത് ഭയങ്കര വലിയ കാളാഞ്ചി കിട്ടിയില്ല. ഇത് വേറൊരു ഹവാസിൻ്റെ ലൂറിൽ ഹുക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പിടിക്കാത്ത പറഞ്ഞായിരുന്നു. ഇന്ന് നമുക്ക് ചെറുതൊറ കിട്ടി. ചെറുതൊറ അത്യാവശ്യം വെയിറ്റ് കിട്ടതിന്. അയ്യോ, അടിച്ചപ്പോൾ തന്നെ ചാടി. അപ്പം തന്നെ കാളാഞ്ചി. അത് ഞങ്ങൾ പൗണ്ട് പതിയെ ഡ്രാഗിട്ടൊക്കെ എടുത്ത് ഇവിടെ നേരെ സ്മൂത്തായിട്ട് കയറി പോയിട്ടാ. നമുക്ക് അടിച്ചേക്കണത് ഈ ഹവാസിൻ്റെ ഈ മഞ്ഞക്കടൽ ലൂറ കിട്ടില്ല ലൂറ കേട്ടോ. നമുക്ക് ഇതിനു മുമ്പ് ഒരു വറ്റ അടിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും അടിച്ചിട്ടില്ല. ഇന്നങ്ങനെ ഇത് കാളാഞ്ചി അടിച്ച് നമുക്ക് ആദ്യം വിട്ട് കാളാഞ്ചി ഇട്ടു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനി ഞങ്ങൾക്ക് എന്തായാലും മീൻ അടിക്കണമെങ്കിൽ കുറച്ചുകൂടി എറിഞ്ഞ് നോക്കാം. നമുക്ക് തമ്പിലൊക്കെ എടുത്തിട്ട് ബാക്കി അറിയാം. തീരെ സ്ലോ ആക്കണ്ട, ഒഴുക്കുണ്ട്. അടിച്ചോ. ഉണ്ട്. ചെമ്പല്ലി. റെക്കോർഡിങ്ങാണോ നോക്കി? ഓക്കെ ഗൈസ്, നമുക്ക് ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. സൈസ് ചെമ്പല്ലി. ട്രാക്ക് ലൂസ് അല്ലേ? ട്രാക്ക് ലൂസാണ്. ഒരു 1 kg എടുത്തില്ല, പക്ഷെ നല്ല ഓട്ടമുണ്ട്. പൊങ്ങി വാ. യെസ്. ഹലോ കാണാം. ഇത് വലുതൊന്നും തീരെ ചെറുതാടാ. ഈ ഒഴുക്ക് പിടിച്ചത് ഇതിനത്. പവർ നോക്കിയ അതിൻ്റെ ഞാൻ പൊക്കിയിട്ടോളാം. നീ അവിടെ നിന്ന് മാറിയുന്നു. പൊക്കി മണ്ടിയിലേക്ക് വീണ ഊരി.
ഓ നല്ല റെഡ് ചെമ്പല്ലി. ചെമ്പല്ലി രണ്ടാമത്തെ ചെമ്പല്ലിയാണ്. നമുക്ക് ആദ്യമായിട്ട് 2 മേലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. ആദ്യം എസ്സിലടിച്ച് രണ്ടാമത് ഇരിക്കടിച്ച് ഈ മഞ്ഞ ലൂറിലാണ് അടിച്ചത്. ഇത് ലുക്കാനയുടെ ഒരു കിടൽ ലൂറാണ്. ഞങ്ങൾക്ക് ഇതൊരു ലൂർ നേരത്തെ ഉണ്ടായിരുന്നു. ആ ലൂർ അടിപ്പനായിരുന്നു. അത് പോയപ്പോൾ എടുത്താട്ടെ. ഇതിനനുസരിച്ച് കുറച്ച് റെഡ് കളറുണ്ട്. സൈഡിൽ മീനൊക്കെ ചാടി പോകണ്ട് കേട്ടോ. നല്ല റെഡ് കളറുണ്ട്. കുറേ സ്ട്രിപ്സൊക്കെ ഉള്ള ചെമ്പല്ലിയാണ്. മറ്റേ ആദ്യം പിടിച്ച സൈസ് ഇല്ല, പക്ഷേ നല്ല ഫൈറ്റ് ആയിരുന്നു. ഇത് ഭയങ്കര ഒഴുക്കായിരുന്നു. നല്ല ഫൈറ്റ് എടുത്തു മീൻ. കുറച്ച് ഫൈറ്റ് എടുത്തിട്ടാണ് കയറിയത്. നമുക്ക് ഇനി എറിഞ്ഞ് നോക്കാം. ഇവിടെ നല്ലോണം മീൻ അടിക്കുന്നുണ്ട്. നല്ല ആക്ടിവിറ്റിയും കാണുന്നുണ്ട്. നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നമുക്ക് നല്ല രീതിക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ആകുമ്പോഴത്തേക്കും മസാല ഉള്ളിൽ കയറി നല്ലോണം പിടിക്കും. എല്ലായിടത്തും ചുവന്നിരിക്കട്ടെ. നമുക്കിവിടെ അടുപ്പ് സെറ്റാക്കാം. കനലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കരിയിട്ട് കൊടുക്കാം. കർപ്പൂരം ഇട്ടിട്ട് കത്തിക്കാം. നമുക്ക് കാറ്റുണ്ട്, കത്താൻ ചാൻസ് കുറവാണ്. പക്ഷെ കത്തി. അങ്ങനെ നമ്മുടെ കാളാഞ്ചി മസാല വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞേട്ടാ. അപ്പോൾ നമുക്കിനി നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. മീൻ നേരെ ഏകദേശം സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. നേരെ മസാലയൊക്കെ ഒന്നുകൂടി നിന്നിട്ടുണ്ട്. നമുക്ക് നേരെ കനലിലേക്ക് വെച്ച് കൊടുത്തേക്കാം. അപ്പം അധികം ഹൈറ്റ് ഇല്ല കേട്ടോ. ഇത് നമ്മുടെ ചെറിയൊരു 3 സ്റ്റേ പുറത്താണ് ഇരിക്കുന്നത്. കനലുമേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് കഴിയട്ടെ. ഇത് ബാക്കി കാര്യങ്ങൾ നോക്കാണ്ട് തിരിച്ചും മറിച്ചും ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞേട്ടോ നമുക്ക് തിരിച്ച് വെച്ചേക്കാം. ഇനി അടുത്ത് ചൂട് നല്ലോണം അടിയിലടിക്കണേ. ഒരു സൈഡ് സെറ്റപ്പായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല. ഇതൊന്ന് തിരിച്ചു നോക്കാം കേട്ടാ. ഒരു പീസ് അവിടെ നടന്നു പോന്നിട്ടുണ്ട്. അയ്യോ, അപ്പൊ നമ്മുടെ സാധനം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് കൊണ്ട് വീട്ടിൽ കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. എടുത്തടാ, മാറ്റി പെട്ടെന്ന് മാറ്റി. ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾക്ക് ഇങ്ങനെ മീൻ കിട്ടി. നമ്മൾ ഇന്നലെ പിടിച്ച കാളാഞ്ചി അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കാം. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമുക്ക് ഓക്കെ, പീസ് അങ്ങോട്ട് എടുക്കുവാണെങ്കിൽ ഓക്കെ. മസാലയൊക്കെ പിടിച്ചിട്ട് പീസാണ് എടുത്തേക്കണം. അപ്പോൾ നമ്മൾ സോസിലൊന്ന് മുക്കുന്നു. കുഴപ്പമില്ല, അടിപ്പനാണ്. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ട്.